ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ജോർജിയ എന്ന് പറഞ്ഞൊരു രാജ്യത്തിലേക്കാണ്. ജോർജിയ എന്ന് പറയുമ്പോൾ 98% ക്രിസ്ത്യൻ ഒരു രാജ്യമാണ്. ഓർത്തഡോക്സ് ആൾക്കാരുള്ള ക്രിസ്ത്യൻ ഉള്ള ഒരു രാജ്യത്തിലേക്ക് പോകാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് അവിടേക്ക് പോകാം. ആദ്യമായിട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. ജോർജിയ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു രാജ്യമാണ്. അവിടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ നല്ല തണുപ്പും മറ്റുള്ള സമയങ്ങളിൽ അവിടെ നല്ല ക്ലൈമറ്റുമാണ്. അവിടെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ സമയത്ത് പോകാവുന്നതാണ്. അതായത് വർഷത്തിന്റെ ഉടനീളം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ രാജ്യത്ത് പോകാം എന്നുള്ളതിനാണ് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത. പക്ഷേ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഏത് നാട്ടിൽ നിന്നാണോ അങ്ങോട്ട് പോകുന്നത് അവിടത്തേക്കുള്ള ടിക്കറ്റ് റേറ്റ് ഒന്ന് പരിശോധിക്കുക. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് റേറ്റ് എപ്പോഴാണോ ലഭ്യമാകുന്നത് അതിനനുസരിച്ച് നമ്മൾ പോകേണ്ടതായിട്ടുള്ള പ്ലാനുകൾ ചെയ്യേണ്ടതാണ്. കൂടാതെ നമ്മളൊരു UK കൺട്രിയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അവിടുത്തെ നമ്മുടെ മൊബൈൽ ചാർജ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലഗാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന 2 പിൻ പോലത്തെ പ്ലഗാണ് നമുക്ക് അവിടെ വേണ്ടത്. അതൊന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, കാരണം എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. പിന്നെ കുട്ടികൾ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മരുന്ന് കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്കത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ മരുന്നിനൊക്കെ ഭയങ്കര വിലയാണ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അവര് മെഡിക്കൽ സ്റ്റോറുകാർ മരുന്ന് തരത്തില്ല. അത് പോയി ഡോക്ടറെ കാണാനും എടുക്കാനും ഒക്കെ നല്ല ഒരു ബുദ്ധിമുട്ടാണ്. വലിയവർക്കുള്ള മരുന്നാണെങ്കിലും തരും, പക്ഷേ എങ്കിലും നമ്മുടെ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് എപ്പോഴും നമുക്ക് പനി പോലത്തെ കാര്യങ്ങൾ എപ്പോഴും പിടിപെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് വേണ്ട ജാക്കറ്റുകൾ, അതായത് ഒരു -5, -10. ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല, അവിടെ പോയപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിലുള്ള ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. കൂടാതെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിയ ബാത്റൂമിലും കാര്യങ്ങളും ഇടാനുള്ള ചെറിയ ചെരുപ്പ്. പിന്നെ അത്യാവശ്യം വേണ്ടത്, നമ്മൾ ഇവിടുന്ന് എല്ലാവരും മൊബൈലും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. റെക്കോർഡിങ് കാര്യങ്ങളും ഫോട്ടോയും ഒക്കെ എടുത്ത് വരുമ്പോൾ പകുതി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ തീരും. അതുകൊണ്ട് കാറിൽ കുത്താൻ പറ്റിയ ഒരു മൊബൈൽ ചാർജറും അല്ലെങ്കിൽ നമുക്കൊരു പവർ ബാങ്ക് നമ്മുടെ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടത് അവിടുത്തെ രൂപ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പൈസ പോലാണ് എല്ലാം. അതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. നമുക്ക് അവിടുത്തെ പൈസ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമല്ല. ഡോളറാക്കി കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ പൈസയാക്കി മാറ്റാവുന്നതാണ്. കാരണം നമുക്ക് വലിയ എക്സ്ചേഞ്ച് റേറ്റ് വരാത്തത് കൊണ്ടാണ് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഉള്ള നാട്ടിൽ, അതായത് ഞാൻ കുവൈറ്റിൽ നിന്നാണ് പോയത്. കുവൈറ്റിൽ എക്സ്ചേഞ്ചിലൊക്കെ നമുക്ക് വളരെ തുച്ഛമായ റേറ്റ് വ്യത്യാസം വരുന്നുള്ളൂ. തേടി കൊടുത്തിട്ട് ഡോളറാക്കാനും ആ ഡോളർ നമ്മൾ അവിടെ ചെന്നിട്ട് ആ ഡോളർ അവിടുത്തെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. കാരണം അവിടെ നമ്മൾ പോകുന്ന വഴിത്താരയിലെല്ലാം തന്നെ ഏത് സാധനം മേടിക്കണമെങ്കിലും എന്തിനാണെങ്കിലും അവിടുത്തെ അവിടുത്തെ പൈസ പറഞ്ഞില്ല, അവിടുത്തെ പൈസയുടെ പേരാണ് ലാറി. ആ ലാറിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം അവിടെ എല്ലാവർക്കും കൊടുക്കാൻ. ഫുഡിനാണെങ്കിലും സാധനം മേടിക്കാനാണെങ്കിലും എല്ലാത്തിനും ലാറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വലിയ വലിയ ഹോട്ടലിലും കാര്യങ്ങളിലും നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും ഒക്കെയാണ്. പക്ഷെ അതൊന്നും അത്ര സേഫ്റ്റി അല്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ഗ്രാമങ്ങൾ പോലുള്ള സ്ഥലങ്ങളാണ് കൂടുതലും അവിടെ. ഞങ്ങൾ അവിടുന്ന് പോയി അവിടെ ഇറങ്ങി അവിടുത്തെ ചുറ്റുപാട് പറയുകയാണെങ്കിൽ ശരിക്കും എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. കാരണം അവിടുത്തെ റോഡുകളും കാര്യങ്ങളും വളരെ മനോഹരമാണ്. കണ്ടില്ലേ, ഇതോട് ചുറ്റും നല്ല ചെറിയ ചെറിയ വീടുകളും ചെറിയ മരങ്ങളും അതിനോട് ചേർന്നിട്ടുള്ള ചെറിയ 2 വരി പാതയാണ് കൂടുതൽ അവിടെ പോകുന്നത്. അവിടെ നമുക്ക് മനോഹരമായ പ്രകൃതി രമണീയമായ നല്ല നല്ല സ്ഥലങ്ങൾ കണ്ട് നമുക്കിങ്ങനെ പോകാൻ സാധിക്കും. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ജോർജിയയിൽ 2 എയർപോർട്ടാണുള്ളത്. ഒന്ന് കാസ്ബേക്കിയിലും ഒന്ന് തിബിലിസിലുമാണ്. ജോർജിയയുടെ മെയിൻ സിറ്റിയാണ് തിബിലിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് എയർപോർട്ടിൽ വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം.
അപ്പം ചില ഓഫർ കാര്യങ്ങളൊക്കെ മാറി മാറി വരും. അതും കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്താൻ സമയമായി. കാരണം തുടർന്നുള്ള വീഡിയോകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ജോമോൻ. താങ്ക് യു.